السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സയ്യിദുമാരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റതല്ല. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വിളിച്ചപ്പോൾ തീർത്തും നിരാകരിക്കാൻ കഴിയില്ല എന്ന നിലക്ക് മാത്രം എഴുന്നേറ്റതാണ്. ഈ സന്ദർഭം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും അറിയിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രദേശത്ത് എന്നെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും താലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ശിക്ഷണത്തിൽ ഞങ്ങളിവിടെ എട്ടും പൊട്ടും തിരിയാത്തവരായി കഴിയുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് അന്നവും വെള്ളവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി എല്ലാ വിധേനയും ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരോട്, ഞങ്ങളുടെ കൊച്ചനുജന്മാരോട് നന്ദി പറയാൻ ഈ അവസരം ഇത്തരമൊരു വേദി കിട്ടിയപ്പോൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ പൊന്നുപോലെ നോക്കി ഉസ്താദിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഉസ്താദിൻ്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ, അതുപോലെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മിൽ നിന്ന് മറഞ്ഞുപോയ ഞങ്ങളുടെ ഉപ്പമാരിൽ പലവരും, ഞങ്ങളുടെ ഉമ്മമാരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവർ ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നു. അല്ലാഹു തആല ഇതിൻ്റെ എല്ലാ മിസ്ല സവാബും അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ മുതഅല്ലിമായും അതുപോലെ കുറച്ചു കാലം മുഅദ്ദിനായും മറ്റുമൊക്കെ മുഅല്ലിമായും ഒക്കെ സേവനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് PS അഷ്റഫ് ഫൈസി, അദ്ദേഹത്തെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷപൂർണ്ണമാക്കി കൊടുക്കട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, എല്ലാവിധ ശുക്റും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.